Namaste, my dear students. Today we are going to continue the chapter Introduction to Email. And in last video, we have seen about the email, its origin, its definition, and we have seen some of the advantages. And today, in this video, we are going to see some of the disadvantages and how to create an email address. Okay, let's see some disadvantages of email. First one is emotional response. What is by emotional response? Then some emails may upset you or cause anger and discomfort. ഇതൊക്കെ പേഴ്സണലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. ഇതിൽ 4 ഡിസഡ്വാൻറ്റേജിൽ 3 അതേപോലെ പേഴ്സണലി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള മാത്രമാണ്. അതല്ലാതെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ നമുക്ക് ആവരണം മാത്രമേ ഉള്ളൂ നമുക്ക് കാണാം. ഓക്കെ, നമുക്ക് ചില മെയിലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷൻ വരും. ചിലപ്പോൾ നമ്മളെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്രണ്ട്സ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ മെസ്സേജുകൾ വരുന്ന സമയത്ത് അതിനാണ് ഇമോഷണൽ റെസ്പോൺസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സം ഇമെയിൽ മേ അപ്സെറ്റ് യു ഓർ കോസ് ആങ്കർ ആൻഡ് ഡിസ്കംഫർട്ട്. നമുക്ക് ദേഷ്യം വരാം, നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആവും, നമ്മൾ ആ ദിവസം മൊത്തം പോകും അല്ലേ. കാരണം എന്താണ്, നമുക്ക് ആരോ ഒരാൾ അയച്ചൊരു മെസ്സേജ് ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ കളിയാക്കുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന രീതിയിൽ മെസ്സേജ് ആയിരിക്കും. സോ അത് നമുക്ക് ഭയങ്കര ഒരു നമ്മളെ ഡിപ്രസ്ഡ് ലെവലിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഡ്രോബാക്കാണ്. നെക്സ്റ്റ് ഈസ് ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്. നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് കൊടുക്കുന്ന ലെറ്റർ അല്ലെങ്കിൽ കാർഡുകൾ ഇതിനെക്കാട്ടെല്ലാം വളരെ ഒരു ഫോർമൽ ആയിട്ടാണ് ശരിക്കും ഒരു ഇമെയിൽ കൊണ്ട് വരുന്നത്. ഒരു പേഴ്സണൽ ടച്ച് ഒന്നും അതിലുണ്ടായിരിക്കില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ലെറ്റർ എഴുതി ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾ അയക്കുന്നത് അതാണ് എപ്പോഴും ഒരു പേഴ്സണൽ ടച്ച് വരിക. അതല്ലാണ്ട് നമ്മൾ നെറ്റിന് ഡൗൺലോഡ് ചെയ്തൊരു പിക്ചറൊക്കെ വെറുതെ നമ്മൾ ഒരാൾക്ക് ഒരു ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടേതായ ഓൺ ക്രിയേറ്റിവിറ്റി ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ നല്ലൊരു ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ ശരിക്കും നമ്മൾ സ്വന്തമായിട്ട് കൈകൊണ്ട് എഴുതി നമ്മൾ അങ്ങനെ ഫോർവേഡ് ചെയ്യുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളെപ്പോഴും ഇമെയിൽസ് അയക്കുന്ന സമയത്ത് ഒരു പേഴ്സണൽ ടച്ചിനപ്പുറത്തേക്ക് ഒരു ഇലക്ട്രോണിക് മീഡിയ വഴി മാത്രമുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലേ. പക്ഷെ അതിനെക്കാട്ടും അപ്പുറത്താണ് നമ്മളൊരു ലെറ്റർ പേപ്പറൊക്കെ എടുത്ത് നമ്മളൊരു പെന്നൊക്കെ വെച്ച് നമ്മൾ എഴുതുന്ന സമയത്ത് വരുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു കോണ്ടാക്ട്, നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരിക്കലും ഒരു ഇമെയിൽ കൊണ്ട് നമുക്ക് മാത്രം പോസിബിൾ അല്ല. പക്ഷെ നമ്മുടെ ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ അത് മാത്രമാണ് ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പേഴ്സണലായിട്ട് ആരുമായിട്ട് സംസാരിക്കാനും നമുക്ക് സമയമില്ല. തൊട്ടപ്പുറത്തുള്ള ഒരാളെ പോലും നമ്മൾ വാട്സപ്പിലൂടെയാണ് നമ്മൾ ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയാണ് മെസ്സേജ് ചെയ്യുക. അതല്ലാതെ പോയി പറയാനുള്ള ഒരു സമയം പോലും നമുക്ക് ഇന്ന് കണ്ടെത്താൻ പറ്റില്ല അല്ലേ. പക്ഷെ അതിലൊക്കെ സംഭവിക്കുന്നത് ഈ പറഞ്ഞതാണ്, ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്. നമുക്കൊരു ഇമോഷൻ ഒരാളുമായിട്ടുള്ളൊരു ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവിടെ നഷ്ടപ്പെടും. ഓക്കെ, ഇനി ഞാൻ ഫോർത്ത് വന്നൊന്ന് പറയാം. മിസ്ഇൻ്റർപ്രിട്ടേഷൻ എപ്പോഴും സാധ്യതയുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തേക്ക് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ ചെയ്യുന്ന മെസ്സേജിലൂടെയും വാട്സപ്പിലൂടെയും എല്ലാം ചെയ്യുന്ന ഈ ഒരു മെസ്സേജിലൂടെ സംഭവിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ലാക്ക് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് ഇമോഷൻ. നിങ്ങളുടെ ദേഷ്യം എന്താണ്, നിങ്ങളെ ഇമോഷണൽ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് അറിയാണ്ട് വരുന്ന മെസ്സേജുകൾ അതിനെ എന്നിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, അതിന് റിപ്ലൈ കൊടുക്കുക. നിങ്ങൾ എന്താവസ്ഥയിലാണ്, ചിലപ്പോൾ അയാൾ കളിയാക്കിയിട്ട് വെറുതെ തമാശയ്ക്ക് അയച്ച മെസ്സേജ് ആവും. പക്ഷെ നിങ്ങൾ ഭയങ്കര ചിലപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചീത്ത കേട്ടിരിക്കുന്ന സമയത്താണ് അയാൾ കളിയാക്കുന്ന അയച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ സമയത്ത് അയച്ചതിൻ്റെ എന്ത് ചെയ്യും, നിങ്ങൾ വേഗം തിരിച്ച് 4 ഡയലോഗ് അങ്ങോട്ട് വരിക്കും. അതോടെ അവിടുന്ന് ഇങ്ങോട്ട് അതിൻ്റെ ഡബിൾ ഡയലോഗ് ഇങ്ങോട്ട് വരും. സോ അതോട് കൂടിയിട്ട് അവിടെ ചിലപ്പോൾ നല്ല റിലേഷൻ തന്നെ ചിലപ്പോൾ ബ്രേക്ക് ആയി പോകും അല്ലേ. അതാണ് എന്ത് പറയുന്നത്, മിസ്ഇൻ്റർപ്രിട്ടേഷൻ, തെറ്റിദ്ധാരണകൾ സംഭവിക്കാം. ചിലപ്പോൾ നമ്മൾ വെറുതെ തമാശയ്ക്ക് അയച്ചൊരു മെസ്സേജ് ആവും, പക്ഷെ അയാളുടെ സമയം അവിടെ ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ സമയം അവിടെ എന്തെങ്കിലും ആണെങ്കിൽ അത് ചിലപ്പം മെസ്സേജുകളെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടു പോകും. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഡ്യൂ ടു ലാക്ക് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് ഇമോഷൻസ് ദേ മേർ ബി മിസ്അണ്ടർസ്റ്റാൻഡിങ് വൈൽ ഇന്റർപ്രറ്റിംഗ് ദ ഇമെയിൽ. ഇവിടെ നമ്മൾ ജനറലി ഇമെയിലിനെ കുറിച്ച് പറയുന്നത് മാത്രം, പക്ഷേ ഇന്ന് ഇമെയിലിനെ കട്ടപ്പുറത്തേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സോഷ്യൽ മീഡിയയിലും സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഈ 3 അതിൽ നമുക്ക് ഇന്നത്തെ ഇതിൽ വരുമ്പോൾ ഇമെയിലിനെങ്ങോട്ടപ്പുറത്തേക്ക് വാട്സപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇതിലെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ 3.
ഇനി ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്ത് വരണം വൈറസ്. ഇമെയിലിൽ വരുന്ന സമയത്ത് നമ്മൾ അറ്റാച്ച്മെന്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യും അല്ലെ. നമ്മൾ ഓരോ ഫ്രണ്ടോ നമുക്ക് ചിലപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ അയച്ചാൽ നമുക്ക് കുറച്ചും കൂടി ഓക്കെ ജെന്യൂൻ ആണെന്ന് വിചാരിക്കാം. അതല്ലാതെ നമുക്ക് അൺസോഴ്സ് ഒരു സോഴ്സ് നമുക്ക് അറിയാത്ത ഒരു ഇതിൽ നിന്നൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ആരെങ്കിലും അയച്ചൊരു മെയിലിൽ നിന്നൊക്കെ നമ്മൾ അറ്റാച്ച്മെന്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് വൈറസുകൾ ഉണ്ടായിരിക്കും. സോ അത് നമ്മുടെ സിസ്റ്റത്തിനെ വളരെ ഹാംഫുൾ ആയിട്ട് വരിക. കാരണം ഡൗൺലോഡ് ചെയ്ത് വർക്ക് ചെയ്ത് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വൈറസ് നമ്മുടെ സിസ്റ്റത്തിനെ വളരെ മോശമായ രീതിയിലായിരിക്കും ബാധിക്കുക. സോ ഈ നാലെണ്ണമാണ് നമുക്ക് ഡിസഡ്വാൻറ്റേജ് എന്ന രീതിയിൽ നമുക്ക് കാണാനുള്ളത്. ഫസ്റ്റ് ഈസ് ഇമോഷണൽ റെസ്പോൺസ്, ദെൻ ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച്, മിസ്ഇൻറ്റർപ്രിട്ടേഷൻ, വൈറസ്. ഈ പേഴ്സണൽ ടച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ എടുക്കുന്ന ക്ലാസ് ഇപ്പോൾ എന്താണ് നമ്മൾ ഒരു ഇലക്ട്രോണിക് മീഡിയ വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും എനിക്ക് നിങ്ങളെ മുന്നിൽ ക്ലാസ് റൂം ലൈവ് ക്ലാസ് റൂമിൽ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലെ. ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത് നിന്നാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകാനും എല്ലാം സംഭവിക്കുന്നത്. അതേ എഫക്റ്റ് തന്നെയാണ് ഇമെയിലിലും വരുന്നത് ഒരു ഈ ഇലക്ട്രോണിക് മീഡിയ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഈ 4 പോയിന്റ്സ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ അബൌട്ട് ദ ഇമെയിൽ അഡ്രസ് ഓർ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇമെയിൽ അഡ്രസ്. നമ്മൾ പോസ്റ്റൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനുണ്ടാവുമല്ലോ. വാട്ട് ഈസ് ദ പോസ്റ്റൽ അഡ്രസ്? ദ ഒഫീഷ്യൽ അഡ്രസ് ഓഫ് യുവർ റെസിഡൻസ് അല്ലെങ്കിൽ ഓഫീസ് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാമചന്ദ്രൻ കൃഷ്ണ നിവാസ് പെരിന്തൽമണ്ണ പോസ്റ്റ് അല്ലേ, അതൊരു ഒഫീഷ്യൽ അഡ്രസ്സാണ്. ഓക്കെ, അത് അങ്ങനെ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആ പേഴ്സണൽ ലെറ്റർ നമുക്ക് പോസ്റ്റ് ഓഫീസിന് തരാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇമെയിലിന്റെ കേസിൽ ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുമ്പോൾ ഇമെയിലിന്റെ കേസിലും അവിടെ ഒരു അഡ്രസ്സിന് വേണം. അവിടെ പിൻകോഡും പോസ്റ്റും ലൊക്കേഷനും ഒന്നും അല്ല, പകരം അതിനൊരു ഇമെയിൽ അഡ്രസ്സ് നമ്മൾ പറയും. ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മെയിൽ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതിപ്പോൾ നമ്മളൊരാൾക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ നമുക്കും ഇമെയിൽ അഡ്രസ്സ് വേണം, റിസീവ് ചെയ്യുന്ന ആളുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മെയിൻലി 3 പാർട്സ് ആണ് ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ടായിരിക്കും. ഞാൻ കാണിച്ചു തരാം. ഇമെയിൽ അഡ്രസ് ഇതേപോലെ ആയിരിക്കും ഒരു ഇമെയിൽ അഡ്രസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ravi@gmail.com അല്ലെങ്കിൽ joseph@gmail.com, abin@yahoo.com, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ഇമെയിൽ അഡ്രസ് ഉണ്ടായിരിക്കും. ഇനി ഈ ഇമെയിൽ അഡ്രസ് നമ്മുടെ കളേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. 3 പാർട്സ് ആയിട്ടാണ് ഒരു ഇമെയിൽ അഡ്രസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഈസ് യൂസർ നെയിം, സെക്കൻഡ് വൺ @symbol, ആൻഡ് തേർഡ് ഈസ് ഡൊമൈൻ നെയിം. ഇങ്ങനെ 3 പാർട്സ് ആക്കിയിട്ടാണ് ഒരു ഇമെയിൽ അഡ്രസ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് കാണാം. രവി എന്ന് ഉദ്ദേശിച്ചത് അത് യൂസർ നെയിമാണ്. യൂസർ നെയിം എന്ന് ഉദ്ദേശിച്ചത് വാട്ട് ഈസ് യൂസർ നെയിം? ദ നെയിം വിച്ച് ഈസ് ഗിവൺ ബൈ ദ യൂസർ. നമ്മൾ ഓരോരുത്തരും കൊടുക്കുന്ന പേരിനെയാണ് യൂസർ നെയിം എന്ന് പറയുന്നത്. നമ്മളാണല്ലോ യൂസർ. സോ ദ നെയിം വിച്ച് ഈസ് ഗിവൺ ബൈ ദ യൂസർ. ആൻഡ് സെക്കൻഡ് ഈസ് @symbol. നമ്മുടെ കീബോർഡിൽ കാണാം @symbol. 2 എന്ന് പറയുന്ന നമ്പറിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ള സിമ്പിളാണ് @symbol. ആ സിമ്പിൾ കമ്പൽസറി ആണ്, ഇത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. ആൻഡ് തേർഡ് ഈസ് ഡൊമൈൻ നെയിം. അതായത് നമ്മൾ ഏത് ഇമെയിൽ സർവീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഇമെയിൽ സർവീസിന്റെ നെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. കണ്ടോ, ജിമെയിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഇമെയിൽ സർവീസാണ്. നെക്സ്റ്റ് യാഹു അല്ലെ, അവിടെ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. യാഹു, ജിമെയിൽ, ഇനി റെഡിഫ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പൊ ഇതില് ഈ ഇമെയിൽ സർവീസ് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ നെയിം ആയിരിക്കും ഇവിടെ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞ് ബ്ലൂ കളർ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിനാകെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഇതുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാനുള്ള ആകെ അവകാശം ഏതാണ്? യൂസർ നെയിം എന്ന് പറയുന്നതാണ്. ഈ സ്പെല്ലിംഗ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കൊടുക്കാം. ഇപ്പൊ ജോസഫ് 123 എന്നോ അല്ലെങ്കിൽ രവി പിള്ളൈ 123 അല്ലെങ്കിൽ അബിൻ മാത്യു 123 അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. യൂസർ നെയിം ക്യാൻ ബി ഗിവൺ ബൈ ദ യൂസർ അക്കോർഡിംഗ് ടു ഹിസ് ഓർ ഹെർ വിഷ്, but the @symbol and the domain name must not be changed according to user. ഓക്കെ, ഇവിടെ നമുക്ക് സ്പെല്ലിംഗ് ചേഞ്ച് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ ജിമെയിലിന് പകരം GEMAIL അല്ലെങ്കിൽ യാഹു YAHOOO ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം എന്താണ്, അതെല്ലാം ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇറ്റ്സ് എ പ്രീ ഡിഫൈൻഡ് തിങ്. വി കാൺ ചേഞ്ച് ദ @symbol. ഇവിടെ എനിക്ക് ഇഷ്ടമല്ല, പകരം വേറെ ഇഷ്ടംപോലെ സിമ്പിൾസ് ഉണ്ട് കീബോർഡിൽ. അവിടെ ഡോളർ സിമ്പിൾ ഉണ്ട്, സ്റ്റാർ സിമ്പിൾ ഉണ്ട്, ഹാഷ് സിമ്പിൾ ഉണ്ട്. എനിക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടെ കൊടുക്കാൻ വേണ്ടി പാടില്ല. So email address means it have the username, @symbol, domain name.
ഇതിൽ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള സ്ഥലത്ത് മാത്രമേ നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള പേരും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ നമ്പേഴ്സ് കൊടുക്കാം, നെയിം കൊടുക്കാം, നിങ്ങളുടെ ഓൺ നെയിം തന്നെ അവിടെ കൊടുക്കാം, നോ പ്രോബ്ലം. ബട്ട് ദ സെക്കൻഡ് ആൻഡ് ദ തേർഡ് പാർട്ട് മസ്റ്റ് നോട്ട് ബി ചേഞ്ച് അക്കോർഡിംഗ് ടു യൂസർ വിഷ്. ഓക്കെ. സോ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ravi@yahoo.com, riya@yahoo.com, rega@yahoo.com. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ravi@gmail.com എന്ന് പറഞ്ഞ് ഓൾറെഡി ഒരു ഇമെയിൽ അഡ്രസ് ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ വേറൊരു രവി വന്നിട്ട് ravi@gmail.com ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അവിടെയാണ് ഇവിടെ രവി 123 അല്ലെങ്കിൽ joseph@gmail.com എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഒരിക്കലും വേറൊരു വ്യക്തിക്ക് ഒരിക്കലും ഇതേ സെയിം ഇമെയിൽ അഡ്രസ് കിട്ടില്ല. ഇവിടെ ജോസഫിന്റെ കൂടെ എന്തെങ്കിലും ഒരു നമ്പറോ പേരോ എന്തെങ്കിലും ആഡ് ചെയ്യേണ്ടി വരും. അതാണ് യൂസർ നെയിം. കാരണം ആലോചിച്ച് നോക്കൂ, ഒരേ ഇമെയിൽ അഡ്രസ്സിന് കുറെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അയക്കുന്ന മെയിൽ ആർക്ക് പോകും? എല്ലാവർക്കും കൂടി പോകാൻ പാടും. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ക്രിയേറ്റ് ആൻ ഇമെയിൽ അഡ്രസ് വിച്ച് ഈസ് ഓൾറെഡി ക്രിയേറ്റഡ് ബൈ എ പേഴ്സൺ. ഇപ്പൊ രവി എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്, എല്ലാവരും കൂടി ravi@gmail.com എന്ന് പറഞ്ഞ പേരിൽ ഇമെയിൽ അഡ്രസ് ഉണ്ടാക്കാൻ പറ്റും? നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. സോ സം ചേഞ്ചസ് മസ്റ്റ് ബി ഡൺ ഇൻ ദ യൂസർ നെയിം പാർട്ട്. ഓക്കെ. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പറയും. നമ്മളിവിടെ ഓൾറെഡി നമ്മൾ നെക്സ്റ്റ് കാണാൻ വേണ്ടി പോകുന്നു, ഹൗ ടു ക്രിയേറ്റ് ആൻ ഇമെയിൽ അഡ്രസ്. ഓക്കെ, അത് നമ്മൾ കാണാം. സോ ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ക്രിയേറ്റിംഗ് ആൻ ഇമെയിൽ അക്കൗണ്ട്. ഇതിൽ ഈ കൊടുക്കുന്ന സ്ക്രീൻ, ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന ഈ സ്ക്രീൻ ആയിരിക്കില്ല നമുക്ക് ഇന്ന് ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള. ഇത് കുറച്ച് പഴയ വേർഷൻ ആയിരിക്കും. നമ്മുടെ സ്ക്രീനിൽ നമ്മൾ ബ്രൗസർ യൂസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഏത് പേജാണോ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. സോ ഹൗ ടു ക്രിയേറ്റ് ആൻ ഇമെയിൽ അഡ്രസ്, വളരെ സിമ്പിൾ സ്റ്റെപ്സ് ആണ് നമ്മൾ നോക്കാം. ഓക്കെ. നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്തു, www.gmail.com. ഇതാണ് നമുക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ് അഡ്രസ്. ഓക്കെ. www.gmail.com. ഓക്കെ. ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് ഒരു പേജ് ഉണ്ടായിരിക്കും. അതിൽ നമ്മളിവിടെ കാണാം ക്രിയേറ്റ് അക്കൗണ്ട്. ഓൾറെഡി നമുക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ കൊടുത്ത് ഇമെയിൽ അഡ്രസ്സോ ഫോൺ നമ്പറോ കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് പോകാം. ഇനി അതുമല്ല പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, യു മസ്റ്റ് ക്ലിക്ക് ഓൺ ദ ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ ക്രിയേറ്റിംഗ് ദ ന്യൂ ഇമെയിൽ അഡ്രസ്. If you are already having an email, you can type the email address or the phone number here and click on the next and proceed with the password. Okay. For the first time, if you are going to create the email address, just click on the create account. Okay. Some questions will be there. We must fill that question. We can create an email address now. Okay. First name SVVB, last name PMNA, username SVVB, class 7 at gmail.com. We can check whether it is available or not. Okay. Password class 7 and a class 123. Okay. Class 123. Next, you can check. So password is not a safe one. Class 123. Class 123. Okay. Now we are proceed to the next level. Our email address is svbclass7@gmail.com. Okay. Let's create let's given a phone number. Or is optional.
Okay, you must read the privacy terms and you must agree the conditions. Okay, it's loading the page. Okay, now we have created an email account using the Gmail web browser, sorry, Gmail internet service, mail service. Okay, this is the Gmail account of class 7. Okay, and you can see some components here. Okay, this is the first our official email sent by the Google company, Google account. Okay, you can see here the left side compose, inbox, start, snooze, send, draft, and you can see more options like important chat, schedule, all mail, spam, bin. These all terms are, I think you are familiar by using the WhatsApp and all. What is in the compose? You can create an email by clicking the compose button. Okay. The next is inbox. Same in the case of messages also you can see the inbox button. Here the first one mail is here and the number. Okay, this is the compose box. Here to means the to address. For example, this is my email address and in subject you can type any. Hi, I am sending an email for you. After that, after typing that, you can add your attachments are there. You can see more options. You can attach the file by clicking on that. You can open the window. You can select the file from the computer. Open. നമ്മൾ പണ്ട് അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇമെയിൽ അയക്കുന്ന സമയത്ത് നമുക്ക് അറ്റാച്ച്മെന്റ്സ് സെൻഡ് ചെയ്യാം അല്ലേ അതിനുള്ള സിമ്പിളാണത്. ഒരു പിന്നിന്റെ സിമ്പിൾ കണ്ടോ? നമുക്കൊന്നുകൂടി നോക്കാം. പിന്നിന്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽസ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വിടാം. അങ്ങനെ ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഫയൽ സെലക്ട് ചെയ്യുക, ഓക്കെ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ഇവിടെ അറ്റാച്ച് ആയി. നിങ്ങളുടെ ടു അഡ്രസ്സ് കൊടുത്തു, ടെസ്റ്റ് കൊടുത്തു, ഹായ് ഐ എം സെൻഡിങ് എൻ ഇമെയിൽ, കമ്പോസ് മെയിൻ ഇത് കൊടുത്തു, സെൻഡ് മെസ്സേജ് സെൻഡ് ചെയ്യും. ഇപ്പം എനിക്ക് ഓൾറെഡി മെയിൽ വന്നു കഴിഞ്ഞു. പിന്നെ സ്റ്റാർട്ട് സെൻഡ്. സെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ മെയിൽ വിച്ച് യു ഹാവ് സെൻഡ് നൗ. Okay, this is the subject, this is the body part, and this is the attachment file. Okay, okay, these are the main important things which we can see by while creating an email account and while sending, and we have seen some components also. Okay, let's wind up the video. And today we have discussed about the disadvantages and the email address and how to create email and some components. Okay, before that, if you are closing the window, you must not close directly. You must log out the account. By clicking here, you can see the sign out option. Okay, the profile picture നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് സൈൻ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ആർക്ക് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെയാണ്. So while closing the email account, you must click the sign out or log out option from the profile. Okay, just click the sign out. See, you're exiting from the Gmail account and it will direct to the home page. Okay, let's wind up the video. Right.
read the complete topic here till the which I have completed, and can see more things in the coming video. Okay, thank you.